പ്രീത, ഈ വെറ്റിനറി കോളേജിൽ, വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന ആ കുട്ടി മരിച്ചിട്ടിന്ന് 1 വർഷമാവുകയാണ്. CBI ഇതുവരെ അവരുടെ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള കുറ്റപത്രം കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്, കൊടുത്തിട്ടില്ലെന്നും പറയുന്നുണ്ട്. അതിലുള്ള പ്രതികളെ അവരുടെ ട്രയൽസ് തുടങ്ങിയിട്ടില്ല എന്ന് തുടങ്ങുമെന്ന് എനിക്കൊരു പത്രപ്രവർത്തകനിൽ നിന്ന് അറിവ് കിട്ടിയതാണ്. പക്ഷേ അതും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഈ 1ാം ചരമവാർഷികം വരുമ്പോഴേ നമുക്ക് ചിലതൊക്കെ ഇവിടെ പറയേണ്ടി വരും. കാര്യം ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം അതിന് വേണ്ട ഒരു ശിക്ഷ, ഇത് ചെയ്ത ആ കുട്ടികൾക്ക് വേണ്ട ശിക്ഷ അത് കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ, പ്രോപ്പറായ രീതിയിൽ അവർക്കൊരു ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ ഇന്നലെ കോട്ടയത്തുണ്ടായത്, അതായത് കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായത്, ഇന്നലെ കാര്യവട്ടത്ത് കോളേജിലുണ്ടായത്, ഈ സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്നൊരു ചോദ്യം നമ്മുടെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. എന്താ പറയാനുള്ളത്? അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഇതുണ്ടാവുമായിരുന്നില്ല. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് അന്ന് ആ ഫെബ്രുവരി 18 അവർക്കുണ്ടായ ആ ഒരു വേദനയുണ്ടല്ലോ, ആ വേദനയെ തുടർന്ന് അവർ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പക്ഷേ ആത്യന്തികമായിട്ട് അവസാനം വരുമ്പോൾ എന്ത് സംഭവിച്ചു? ആ വേദന ആ അച്ഛൻ്റെയും അമ്മയുടെയും മാത്രമായി മാറുകയാണ്. അത് നമ്മുടെ സമൂഹത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും അത് അങ്ങനെ തന്നെയാണ്. കുറച്ച് ദിവസത്തേക്ക് എല്ലാവരും കുറച്ച് സംസാരിക്കും, വിഷയമാകും എന്നല്ലാതെ അതിനുശേഷം മറ്റു വാർത്തകൾ വരുമ്പോൾ ഇത് പിന്മാറിപ്പോവുകയാണ്. മാത്രമല്ല അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നു, സംരക്ഷിക്കാൻ ആളുള്ളിടത്തോളം ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു വട്ടം നിങ്ങൾ സംരക്ഷിക്കില്ല എന്ന് തറപ്പിച്ചവരോട് പറഞ്ഞു നോക്കൂ, പിന്നീട് ഒരിക്കലും ഇതിന് മുതിരില്ല. അപ്പൊ പിന്നാലെ വരുന്നവർക്ക് മനസ്സിലാകും പാർട്ടി സംരക്ഷിക്കില്ല. ഈ സംരക്ഷിക്കുന്നതിനും അദ്ദേഹം പറയുന്നത് ഈ ഒരു ഇടതുപക്ഷം മാത്രമാണ് ഇത്രയേറെ സംരക്ഷണം കൊടുക്കുന്നത്. അതിന് അദ്ദേഹം ഒരു കാരണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അവർക്ക് അണികൾ ഉണ്ടാവില്ല, ആളുകൾക്ക് ബോധം വെച്ചു തുടങ്ങി. ഇനി ഇമാതിരി എന്താ പറയാ, ഇമാതിരി തെമ്മാടിത്തരമാണ് കാണിക്കുന്നതെങ്കിൽ അണികൾ ഉണ്ടാവില്ല. അപ്പൊ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുകയാണ്. അതായത് അദ്ദേഹം പറയുന്നു, ഇതെന്റെ വിഷയമല്ല. ഒരു ചാനലിന് കൊടുത്ത അഭിമുഖം ഞാൻ കേട്ടതാണ്. അപ്പോൾ പറയുകയാണ്, ഇതെന്റെ വിഷയമല്ല, പക്ഷേ കുട്ടികളെ മദ്യവും മയക്കുമരുന്നും ഒക്കെ കൊടുത്ത് അവരെ ആകർഷിക്കുകയാണ്. ആകർഷിച്ച് അവരുടെ സ്ഥിരബുദ്ധി ഇല്ലാതാക്കിയതിനു ശേഷം പിന്നെ ഒരു വല്ലാത്ത ഒരു അഹംഭാവമാണല്ലോ ചേട്ടാ. എന്തുമാവാം, സംരക്ഷിക്കാൻ ആളുണ്ട്, തലപ്പത്ത് ആളുണ്ട് എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അന്ന് ആ ഫെബ്രുവരി 18 ശേഷം എടുത്ത ഒരു തീരുമാനം പാർട്ടി കൃത്യമായി എടുക്കുകയാണ്. നമുക്കറിയാം, മുൻ MLA അവിടെ അരുൺ എന്ന SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയോ മറ്റോ ആണ്, നേരിട്ട് കുറ്റം ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തെ ഒളിവിൽ കൊണ്ടുപോവുകയും സംരക്ഷിക്കാനൊക്കെ നടത്തിയ നാടകം ചേട്ടനും അറിയാമല്ലോ അല്ലെ, ശശീന്ദ്രൻ. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയുകയാണ്, സംരക്ഷിക്കാനൊക്കില്ല, നീ ചെയ്തത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല എന്നൊരു വാക്ക് ആ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കഴിഞ്ഞ ദിവസം കോട്ടയത്തും ചേട്ടൻ പറഞ്ഞതുപോലെ ഇന്നലെ കാര്യവട്ടത്തും ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. അതല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? ഈ ഒരു വർഷം കൊണ്ട് ആ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടിയോ? എന്നിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന്റെ ട്രയൽ നടന്ന് വിചാരണ നടന്ന് ശിക്ഷാവിധി വന്നാൽ മാത്രമേ ഇങ്ങനെയായിരുന്നു അന്വേഷണം ഞാൻ പറയാൻ പറ്റുള്ളൂ, നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ചില ഇടപെടലുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ചേട്ടന് അറിയാമല്ലോ. അപ്പോൾ ഇതിൽ ഒരു പെൺകുട്ടി ഉൾപ്പെട്ടിട്ടുണ്ട്, ബിൻസിയ എന്നാണ് അവരുടെ പേര്. ആദ്യഘട്ടങ്ങളിൽ പേര് പുറത്തു വന്നിരുന്നില്ല, ഇത് സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെ വെളിപ്പെടുത്തിയതാണ്. എന്തുകൊണ്ടാണ് ബിൻസിയുടെ പേര് FIRൽ ഉൾപ്പെടെ പോലീസ് റെക്കോർഡിൽ ഉൾപ്പെടെ X എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ചേട്ടന് അറിയാമല്ലോ, ഒരു സാധാരണ ഒരു ആൺകുട്ടി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുക പോലും വേണ്ട, അതിനു മുമ്പ് വിത്തും പേരും ചരിത്രവും എല്ലാം ഉൾപ്പെടുത്തി സകല മാധ്യമങ്ങളും വാർത്ത കൊടുക്കലും ആ ഒരു കുടുംബത്തെ മൊത്തം അപമാനിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഈ കേരളത്തിലില്ലേ? മറ്റെന്തെങ്കിലും ചേട്ടന് എന്തെങ്കിലും അതല്ലാതെ പറയാനുണ്ടോ? എനിക്കതിലൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും ഇതിൽ ഈ കാര്യത്തിൽ തുടക്കം മുതൽ, ഇത് ഈ FIR ഇടുന്നത് മുതൽ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ചാനലിൽ പോയി സിദ്ധാർത്ഥൻ്റെ അച്ഛനെയും അമ്മയും നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടം വരും. കാര്യം ആ മനുഷ്യനും ആ കുട്ടിയുടെ ആ മരിച്ചുപോയ സിദ്ധാർത്ഥൻ്റെ അനുജനൊരു പയ്യനുണ്ട്,
ശരിക്കും ആ സിദ്ധാർത്ഥനെ പോലെ തന്നെ ആ കുട്ടി ഇരിക്കുന്നു. ആ കുട്ടിയുടെ അവരുടെ ആ വീടിൻ്റെ അവസ്ഥ ഹൃദയഭേദകമാണ്. ഈ പറഞ്ഞ സെൻറ്റൻസ് എന്നോട് അദ്ദേഹം പറഞ്ഞതാണ്. നമ്മൾ ചാനലിന് വേണ്ടി നമ്മൾ തിരുവനന്തപുരത്ത് അവിടെ പോയി നമ്മൾ റിപ്പോർട്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ അന്ന് പറഞ്ഞു ഈ ബെൻസി എന്ന് പറയുന്ന പെൺകുട്ടി, ഈ പെൺകുട്ടിയുമായിട്ടുള്ള ആ മരണപ്പെട്ട ഈ സിദ്ധാർത്ഥനുണ്ടായിരുന്ന ഒരു അടുപ്പമാണ് ഇവരെല്ലാം പ്രകോപിതരാക്കിയത്. കാര്യം സിദ്ധാർത്ഥൻ പടം വരയ്ക്കുമായിരുന്നു, ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്ന ഒരു ഒരു തനി, അതായത് ഇവരുടെ വീടിരിക്കുന്ന തിരുവനന്തപുരത്ത് കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു, നല്ലൊരു കുട്ടിയായിരുന്നു. അതായത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്ന ഒരു ഗ്രാമപ്രദേശം, നെടുമങ്ങാടൊക്കെ എനിക്ക് വളരെ അറിയാവുന്ന സ്ഥലമാണ്. എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഗ്രാമപ്രദേശമാണ്, കൃഷിക്കാരാണ്, മലയോര കർഷകരാണ്. അപ്പോൾ അവിടെ ഒരു സാധാരണക്കാരൻ്റെ മകനായി വന്നൊരു കുട്ടിക്ക് കപടത ഇല്ലാതെ പോയി. വയനാട് അവൻ പഠിക്കാൻ പോകുമ്പോൾ അവിടെ വന്ന് അവൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ഇപ്പോൾ അവരുടെ അച്ഛനും അമ്മയും പറയുന്നത്, അത് പ്രജിത ആ വാർത്ത കേട്ടു എന്നുണ്ടെങ്കിൽ അതിൽ ആങ്കർ പൊസിഷനിൽ നിന്ന് അബ്ജോദ് ചോദിക്കുന്നുണ്ട്, ഏഷ്യാനെറ്റിലെ അബ്ജോദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ മരണപ്പെട്ട ശേഷം ഈ ഒരു വർഷത്തിനിടയിൽ ഏതെങ്കിലും കുട്ടികൾ നിങ്ങളുടെ മകൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിരുന്നോ എന്ന്. സങ്കടത്തോടെയാണ് ആ അച്ഛനും അമ്മയും പറയുന്നത്, ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല എന്ന്. അതിന് ആ കുട്ടികളെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവർക്ക് ഭയമുണ്ട്, അവർ ഭയക്കുന്നുണ്ട്. അവരാരെ ഭയക്കുന്നു? ഈ നേതാക്കളെ ഭയക്കുന്നു. ഈ നേതാക്കളെ ഭയക്കുന്നത് കൊണ്ടാണ് ആ കുട്ടികൾ ഈ അച്ഛനമ്മയും വിളിക്കാത്തത്. അതിൽ ഒരുവൻ ഇവരുടെ വീട്ടിൽ വന്ന് ആ കുട്ടിയോടൊപ്പം കിടന്നുറങ്ങി. ആ വീട്ടിൽ അക്ഷയ് അവരുടെ ആ അമ്മ എന്നോട് പറയുക, സാറേ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ച ഒരുവനാണ് ഈ അക്ഷയ്. എന്നിട്ട് അവൻ പോലും എൻ്റെ കുട്ടി ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ചേട്ടാ, റൂംമേറ്റ് ആയിരുന്നു. എന്നിട്ട് ആ കുട്ടിക്ക് അവസാനം ആ ഹോസ്റ്റലിൽ നിന്ന് അവർക്ക് തിരിച്ചു കിട്ടിയത് അവൻ്റെ ഒരു ഗിത്താർ. അത് ആ അമ്മ പറയുന്നുണ്ട്, ഞാൻ മേടിച്ചു കൊടുത്ത. സത്യം പറഞ്ഞാൽ ആ വാർത്തയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, ഞാനിന്ന് രാവിലെ ആ വാർത്ത കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാര്യം നമ്മളൊക്കെ അച്ഛനമ്മമാരാണ്, നമ്മുടെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വിടുമ്പോൾ ഒരു വേള ആ കുട്ടിക്ക് അമ്മ പറയുന്നത്, ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഗിത്താർ എൻ്റെ കുട്ടിയുടെ കണ്ണിലിരുന്ന കണ്ണട പോലും കിട്ടിയില്ല എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു ഇതിനൊന്നും ഒരു അർത്ഥവുമില്ല എന്നുള്ള കാര്യം വേറൊരു സത്യം. കാര്യം നമ്മുടെ കണ്ണീരിനൊന്നും ഒരു വിലയില്ല. കാര്യം ഈ കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞ ശേഷം അതിന് ഈ പറയുന്ന പോലെ ഒരു CBI അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ ആ CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി അതിനെന്തെല്ലാം ഒരു മുഖ്യമന്ത്രിയാണ്. അവിടെയാണ് നമ്മൾ ഉമ്മൻചാണ്ടിയെ വിലമതിക്കേണ്ടത്. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെയും ഇന്നിപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ വിലമതിക്കേണ്ടത് അവിടെയാണ്. ഉമ്മൻചാണ്ടി ഡൗൺ ടു എർത്താണ്. ഇതേപോലെ ഈഗോയിസ്റ്റ് അല്ല, ഇതേപോലെ അഹങ്കാരിയല്ല. അദ്ദേഹം ഈ പറയുന്ന കുട്ടിയുടെ അച്ഛൻ ഒരാളുടെ വേദന മനസ്സിലാക്കും. ആ മനുഷ്യന് ഒരാളുടെ വേദന അറിയാം. ഒരു ആവശ്യവുമായി ഒരു മനുഷ്യൻ, എനിക്കറിയാം, ഞാൻ ആ തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടേറിയറ്റിനോട് സമീപമായി ഞാൻ പല കാര്യങ്ങളും ഞാൻ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കറിയാം ആ മനുഷ്യൻ ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിയായിരുന്നു. അദ്ദേഹം മാത്രമല്ല, VS അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ നാം പറയുന്ന ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന രീതിയിൽ ഒരു തീരുമാനം CBI അന്വേഷണത്തിന് പേപ്പർ കൊടുക്കുമ്പോൾ കാണിച്ച സ്റ്റണ്ടുകളൊക്കെ നമ്മൾ കണ്ടു. അത് പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഉമ്മൻചാണ്ടി പറഞ്ഞത്. അപ്പോൾ അതായത് ആ പേപ്പർ കൊടുത്ത് ആ CBI അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? എന്തുകൊണ്ട് അന്ന് ഈ CM, അതായത് ഈ പറയുന്ന പിണറായി വിജയൻ അവർ CBI അന്വേഷണം അന്വേഷിക്കണമെങ്കിൽ അന്വേഷിച്ചോട്ടെ എന്ന് പറഞ്ഞതെന്നറിയാമോ? എന്ന് വെച്ചാൽ ഈ CBI ഓഫീസേഴ്സ് വരുമ്പോൾ കേരളത്തിലെ ഈ കണ്ട പ്രഗത്ഭന്മാരായ പോലീസ് ഓഫീസേഴ്സ് കണ്ടുപിടിച്ച ആ കുറ്റപത്രം വെച്ചുകൊണ്ടാണ് ഇവർ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവർ ഇത് തയ്യാറാക്കുമ്പോൾ എല്ലാം അടച്ചുകൊണ്ടാണ്. കാര്യം ഇതിൽ വേറെ പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് പുതിയൊരു പുതിയൊരു പ്രതി ഉണ്ടോ? കാര്യം പെരിയ കേസിലൊക്കെ പുതിയ പ്രതികൾ അവർക്ക് കണ്ടെത്താൻ പറ്റി. അങ്ങനെ ഇത് ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഈ ഫയൽ കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ എല്ലാ ക്രിമിനൽസും അറിയാവുന്ന മുഖ്യമന്ത്രിക്ക് അറിയാം. ഇതിൽ മേലൊന്നും അവർക്ക് ഇനി ചെയ്യാൻ കഴിയില്ല. പറഞ്ഞോളൂ. അതായത് ചേട്ടാ, ഈ ബിൻസിയും അക്ഷയ്ക്കും വ്യക്തമായ പങ്കുണ്ട് എന്ന് അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ആ ഒരു ഭാഗം ഞങ്ങൾ നിങ്ങൾക്കായി കേൾപ്പിക്കുന്നുണ്ട്. ബിൻസിക്ക് ഇതിൽ നല്ല രീതിയിൽ ഇൻവോൾവ് ഉണ്ട്. ബിൻസിയും രണ്ടാമത് അക്ഷയ്, ബിൻസിയെ മാത്രം പറഞ്ഞാൽ പറ്റില്ല, അക്ഷയ് എന്ന് പറഞ്ഞ അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും സഹപാഠിയും റൂംമേറ്റ്സുമാണ്. ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ഒരു ഇൻവോൾവ് ഞാൻ രണ്ടിടത്തും, പോലീസിനോടും CBIയോടും രണ്ടുപേരിടത്തും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്താണെന്ന്. ഇല്ലെങ്കിൽ 18-ാം തീയതി നടന്ന സംഭവം, 18-ാം തീയതി നടന്ന ഈ കൊലപാതകം കഴിഞ്ഞിട്ട് 20-ാം തീയതിയായി ബിൻസിയെ പരാതി കൊടുക്കുന്നത്. അതിൻ്റെ ലോജിക്ക് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. ബിൻസിയുടെ അമ്മ കമ്മീഷണർ ഓഫീസിലെ ഏറ്റവും നല്ല ഉയർന്ന ഉദ്യോഗസ്ഥയാണ്. തൃശ്ശൂർ കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയാണ്. ഇടതുപക്ഷത്തിൻ്റെ വലിയ ഒരു ചായവുള്ളവരാണ്. അതുകൊണ്ട് ബിൻസിയെ അന്ന് രക്ഷപ്പെടുത്തി. ചിലപ്പോൾ ആ FIRൽ പോലും കണ്ടില്ല, അതല്ലെങ്കിൽ അവർ അടുത്ത അന്വേഷണ റിപ്പോർട്ടിൽ പോലും. എന്തായാലും അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, 18-ാം തീയതിയാണ് ഈ കുട്ടി
പോകുന്നത്, എല്ലാവരും വിട്ടുപോകുന്നത്. അപ്പോൾ അതിനുശേഷം 20-ാം തീയതി ഈ ബിൻസിയ വളരെ തന്ത്രപൂർവ്വം പരാതി കൊടുക്കുകയാണ്. കുട്ടി മരിക്കുന്നത് 18-ാം തീയതി, അതെ, എന്നിട്ട് പരാതി കൊടുക്കുന്നത് 20-ാം തീയതി. എന്നിട്ടോ ചേട്ടാ, ഈ 20-ാം തീയതി കൊടുത്ത പരാതി കോളേജ് വരെ ഫയൽ സ്വീകരിക്കുകയും അതിന് നടപടി എടുക്കാനായിട്ടുള്ള ആക്ഷനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, മരിച്ച് ചിതാഭസ്മം വരെ ആ കുട്ടിയുടെ വീട്ടിലിരിക്കുകയാണ്. ആ കുട്ടി മരിച്ചു, ആ കുട്ടിയുടെ ചിതാഭസ്മവുമായി ഏന്തി കരയുന്ന ഒരു അച്ഛനും അമ്മയും ഇരിക്കുമ്പോഴാണ് ഈ കുട്ടിക്കെതിരെ ഇത്രയും മോശമായ രീതിയിൽ ഒരു പരാതി കൊടുക്കുന്നത്. ഈ ബിൻസി ആരാണെന്ന് ചേട്ടൻ അറിയാമോ? തൃശ്ശൂർ കമ്മീഷണർ ഓഫീസിലെ ഉന്നതയുടെ മകളാണ്. ഈ തൃശ്ശൂർ കമ്മീഷണർ ഓഫീസിലെ ഉന്നതയുടെ മകളാണ് എന്നത് മാത്രമല്ല, അവർക്ക് ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്താണെന്ന് അറിയാമോ? അവർ ഇടതുപക്ഷക്കാരിയാണ്. ആ ഇടതുപക്ഷക്കാരിയാണ് എന്നുള്ളത് കൊണ്ടാണ് മുൻ MLA ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. ഇനി മുൻ MLA മാത്രമാണോ? ബാലുശ്ശേരി MLA, അതും അദ്ദേഹം പറയുന്നുണ്ട്. ബാലുശ്ശേരി MLA കൃത്യമായി തന്നെ ഇവരെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം സ്വന്തം മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛനാണ്. അദ്ദേഹം ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ വഴികളും സോഴ്സുകളും വെച്ച് അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന് ഒരു പക്ഷെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവും, അന്വേഷിച്ചിട്ടുണ്ടാവും, കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: തിരിമറികൾ അവർ ഇനിയും നടത്തും. പക്ഷേ ഞാൻ പേടിക്കുന്നില്ല. സച്ചിൻ ദേവ് അല്ല, ഏത് കൊടികെട്ടിയ വന്നാലും അവൻ്റെ തലപ്പത്തോളം വന്നു കഴിഞ്ഞാലും, അവൻ്റെ ഏറ്റവും വലിയ രാജാവ് ഇവിടെ ഭരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയില്ല. എനിക്ക് ഉറപ്പാണ് അട്ടിമറി നടക്കും. ശരിയാ, അട്ടിമറി നടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ കാന്തനാഥനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുത്തേ പറ്റുള്ളൂ. സസ്പെൻഷനിൽ നിൽക്കുന്നത്, കൊലപാതകത്തിന് ഉത്തരം പറയാൻ വേണ്ടി സസ്പെൻഷനിൽ നിൽക്കുക. അവനെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിട്ട് ഈ സച്ചിൻ ദേവ് സിൻഡിക്കേറ്റിൽ യൂണിവേഴ്സിറ്റിയുടെ അവനാ ഏറ്റവും കൂടുതൽ ഇതിനെതിരെ വാദിച്ചത്. ബാക്കിയുള്ള ആർക്കും അവിടെ അത്യാവശ്യമില്ല. ആ ബാലുശ്ശേരി MLAക്ക് അത്യാവശ്യം. എന്നാൽ ഈ വയനാട്ടിലെ ഒരു MLA ഉണ്ട്, അവിടുത്തെ വഹിക്കുന്നത് സിദ്ദീഖ്. അദ്ദേഹം പറഞ്ഞു കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്, അതുകൊണ്ട് നമുക്ക് ധൃതിപ്പെട്ടെടുക്കേണ്ട കാര്യമില്ല, അത് നടക്കട്ടെ, കോടതിയിൽ കേസ് കഴിയട്ടെ, നിരപരാധിയാണ് അദ്ദേഹമെങ്കിൽ തിരിച്ചു കയറട്ടെ. പക്ഷേ പറ്റില്ല, ഇനി അദ്ദേഹത്തിന് പുറത്തിരുത്താൻ പറ്റില്ല. അന്ന് സച്ചിൻ ദേവിന് ആവശ്യം. അപ്പോൾ സച്ചിൻ ദേവിന് എന്താ ഇത്ര അത്യാവശ്യം ഇത് പുറത്തെടുക്കണതിന്, അവർ അകത്തെടുക്കുന്നതിന് ഒരാൾക്ക്? മാത്രമല്ല, ഈ ബിൻസി ബാലുശ്ശേരി MLA ഇത്രയേറെ ഇടപെട്ടു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിൽ എത്രത്തോളം രാഷ്ട്രീയ കളി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഭയങ്കരമായിട്ട് നടന്നിട്ടുണ്ട്. മാത്രമല്ല ചേട്ടാ, ഈ ബിൻസി എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് SFIയുടെ സ്പോൺസേഡ് ഗേൾ ആണ്. SFIയുടെ സ്പോൺസേഡ് ഗേൾ ആണ്. അതായത് എല്ലാ വർഷവും SFI ഒരു പെൺകുട്ടിയെ വളരെയധികം ചേർത്ത് പിടിക്കും. അതായത് അവരുടെ എല്ലാത്തരം ഇടപെടലുകളും അവിടെ ഉണ്ടാവും. ഈ പറയുന്ന പെൺകുട്ടിയെക്കുറിച്ചാണെങ്കിൽ ഒരു ഒരു മാധ്യമ പ്രവർത്തകനെ ഓൺലൈൻ ചാനലിൽ പറഞ്ഞതാണ്, ഈ പെൺകുട്ടിക്ക് മറ്റു പലരുമായിട്ടും അഫെയർ ഉണ്ടായിരുന്നു, പലരും മുറികളിൽ വന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതല്ല, മറ്റൊരു മാധ്യമ പ്രവർത്തകന്റെ ചാനലിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ സ്പോൺസേഡ് ഗേളിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ആഗ്രഹങ്ങൾക്കൊക്കെ ഇങ്ങനെ നിന്ന് കൊടുക്കുക. മാത്രമല്ല, ഈ SFI കാണിക്കുന്ന ഈ ക്രൂരതകൾക്കെതിരെ ആരെങ്കിലും ഒരാൾ അവിടെ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അവനെ CPMന്റെ നടപടിയിലേക്ക് കടക്കും. അതായത് പെണ്ണ് കേസിൽ കൊടുക്കും. പെണ്ണ് കേസിൽ കൊടുക്കുന്നതിന് CPMന് അങ്ങനെയാണല്ലോ, ഏറ്റവും അവസാനത്തെ പണിയാണല്ലോ പെണ്ണ് കേസിൽ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പെണ്ണ് കേസിൽ കൊടുക്കും. പെണ്ണ് കേസിൽ കുടുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിദ്ധാർത്ഥന്റെ അവസ്ഥയാണ്. അപ്പോൾ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടു. സിദ്ധാർത്ഥനെ പോലെ അനുഭവിച്ചിട്ടുള്ളവർ ഇനിയും അവിടെ ഉണ്ടാകാം. തീർച്ചയായിട്ടും. പക്ഷേ അതൊന്നും പുറത്തു വന്നില്ല എന്ന് മാത്രം. സിദ്ധാർത്ഥൻ അതായത് സിദ്ധാർത്ഥൻ മരിച്ചു പോയത് കൊണ്ടാണ് അത് വാർത്തയായത്. ഇപ്പോഴും സിദ്ധാർത്ഥൻ, എനിക്ക് തോന്നുന്നത് CPM സിദ്ധാർത്ഥൻ സ്വയം അങ്ങ് മുറിവേൽപ്പിച്ച് മരിച്ചു എന്ന് പറയാത്തത് വലിയ ഭാഗ്യമാണ്. കാരണം CPMന്റെ ഒരു രീതി അനുസരിച്ച് ചേട്ടൻ അറിയാലോ, അവരതും പറയും. അപ്പോൾ ഈ ബാലുശ്ശേരി MLAക്ക് ഇതിലെന്താണ് പങ്ക്? തൃശ്ശൂർ കമ്മീഷണറേറ്റ് ഓഫീസിലെ ഈ പോലീസ് ഉന്നത എത്രത്തോളം ഇടപെടൽ നടത്തിയിട്ടുണ്ട്? ശശീന്ദ്രൻ മാത്രമല്ല, വാർഡനായിട്ടുള്ള ആള് കാന്തനാഥൻ, പഴയ MLA, അങ്ങനെ അരുൺ, SFI യൂണിറ്റ് സെക്രട്ടറിയാണ് അരുൺ, ഡീൻ, അദ്ദേഹത്തിനൊക്കെ കൃത്യമായ ഒരു പങ്ക് ഇതിലുണ്ട്. അപ്പോൾ ആ അച്ഛൻ പറയുകയാണ് ആ അഭിമുഖത്തിൽ, ഏത് കോടതി ശിക്ഷിച്ചില്ലെങ്കിലും
ആ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ ഞാൻ ഇതിനു വേണ്ടി പോരാടുക തന്നെ ചെയ്യും. കാരണം ബിൻസിക്ക് കൃത്യമായ പങ്കുണ്ട്. ബിൻസിയെ ഈ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരികയും അവർക്ക് വേണ്ടുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമെന്നാണ് ആ ഇൻ്റർവ്യൂവിൽ ആ അച്ഛനും അമ്മയും പറഞ്ഞു വയ്ക്കുന്നത്. എത്രത്തോളം വേദനയോടെ ആയിരിക്കും ആ അച്ഛനും അമ്മയും ഈ ഒരു വർഷക്കാലം കഴിഞ്ഞു പോയിട്ടുണ്ടാവുക. നമുക്കൊക്കെ മക്കളുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ മക്കളിൽ ഒരു മുറിവേറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കുമോ? ആ അച്ഛനും അമ്മയുമാണ്. തുടർന്ന് അവർ പറയുന്നുണ്ട്, ഇവർ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്താത്തത് കൊണ്ടാണ് തുടർന്ന് ഇങ്ങോട്ടും വീണ്ടും വീണ്ടും ഈ റാഗിങ് എന്ന് പറയുന്ന ആഭാസത്തരം എല്ലാ കോളേജുകളിലും നടക്കുന്നത്. ഈ റാഗിങ് നടത്തുന്നവരുടെ കാര്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചേട്ടനോ കൃത്യമായിട്ട് അറിയാം, കൂടുതലും നിൽക്കുന്നത് ഈ SFIയുടെ കുട്ടികൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷ ചായ്വുള്ളവരായിരിക്കും. ഈ ഇടതുപക്ഷ ചായ്വ് എന്ന് പറയുന്നത് നല്ലതാണ് രാഷ്ട്രീയം, പക്ഷേ ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് സകല ആഭാസത്തരവും കാണിക്കാം, അതിനെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് ഇടതുപക്ഷം എന്നൊക്കെ ആരാണ് ഈ പറയുന്ന കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. എന്തായാലും എനിക്ക് ഇതാണ് പറയാനുള്ളത്. അതായത് ഈ പറയുന്ന പോലെ SFI എന്ന വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ ഇത്രയും ഈ കാണിച്ചിരിക്കുന്ന ചെറ്റത്തരങ്ങളുള്ളപ്പോഴും ഞാനും ഈ പറയുന്ന SFIയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. നിങ്ങളുടെ കാര്യം എനിക്കറിയാം, നിങ്ങളും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതിലൊന്ന് മാത്രമേ ഉള്ളൂ, നാഥനില്ലാത്തൊരു കളരിയായി ഇത് മാറിയതിൻ്റെ പിന്നിൽ ഈ പറയുന്ന പാർട്ടിയുടെ CPM എന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് മുതൽ പങ്കുണ്ട്. കാര്യം നമ്മളൊരു പഴഞ്ചൊല്ല് പറയില്ല, കാരണവർ കാണിക്കുന്നത് കണ്ടാണ് ഈ പിള്ളേർ കാണിക്കുന്നത് പറഞ്ഞാൽ ഇത്രയും കാര്യം. എൻ്റെ ഒരു ചെറിയ അറിവ് കൂടെ ഞാൻ പറയാം. ഇപ്പോൾ SFIയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് തിരുവനന്തപുരത്ത്. അവരുടെ സംസ്ഥാന സെക്രട്ടറി ആണെന്ന് തോന്നുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേരെന്താ, ആർഷോ. ഈ ആർഷോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ കുട്ടിക്ക്, നമ്മൾ കുട്ടി എന്ന് പറയുന്ന കാര്യം അത്രയും പ്രായമേ കാണത്തുള്ളൂ, ഈ കുട്ടി ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ തല്ലി അവശനാക്കി മൃതപ്രായനാക്കുന്ന അവസരത്തിൽ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഈ പറയുന്ന ആർഷോ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. 2, കഴിഞ്ഞ എത്ര കൊല്ലമായി SFI ഇത്തരത്തിൽ ക്രിമിനലിസം ഉണ്ടായി എന്ന് ചോദിച്ചാൽ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ അവരുടെ ഒരു സംസ്ഥാന നേതാവ് ഈ പറയുന്ന ഈ യുവജന സംഘടനകളെ നിയന്ത്രിക്കാൻ ഉണ്ടായിരുന്നു, ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അത് കൊടിയേരി ബാലകൃഷ്ണനാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പറയുന്ന കുട്ടിക്കുരങ്ങന്മാരെ നിയന്ത്രിച്ചിരുന്നത്. ഈ കുട്ടിക്കുരങ്ങന്മാരെ അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിയന്ത്രണം ഉണ്ടായിട്ട് പോലും ഇവന്മാരെ പുറം വേലി ചാടിയതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഗോവിന്ദൻ ഒരു വേള പറഞ്ഞു ശ്രീനിവാസനെ തല്ലിയത് തെറ്റായി പോയി എന്ന് പറയുമ്പോഴും ഇന്നലെ പത്രസമ്മേളനത്തിൽ ആർഷോ പറഞ്ഞത് എന്താ? അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഒരു വീട്ടിൽ കാരണവരാണോ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടത്, അതോ നടന്ന് മുള്ളിയിട്ട് അല്ലെങ്കിൽ പ്രാഥമിക കൃത്യം കഴിഞ്ഞിട്ടൊന്ന് മറ്റുള്ളവരുടെ സഹായത്താൽ, നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് പ്രാഥമിക കൃത്യങ്ങൾ, അങ്ങനെ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ആ കുട്ടിയായി തന്നെ കാണുന്ന ആർഷോയെ പോലുള്ളവർ പറയുന്നതിനാണോ ഈ പ്രസ്ഥാനത്തിന് വില, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ഈ സമൂഹം നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്നൊരു ചോദ്യം കൂടി ഇതിലുണ്ട്. പറയൂ, ബാക്കിയോട് പറയൂ. എന്തെങ്കിലും എന്തോ പറയാനുണ്ടായിരുന്നു, പറഞ്ഞോളൂ. ഇല്ല, അത് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ഞങ്ങൾക്ക് ഇതും കൂടെ ഒന്ന് കൊടുത്ത് തീർത്തേക്കാം. ഇത്രയും നമുക്ക് ഇതിൽ ചോദിക്കാനുള്ളൂ. SFI എന്ന് പറയുന്നത് ക്രിമിനലുകളുടെ ഒരു കൂടാരമാണോ? അതായത് ഈ പറയുന്ന സിദ്ധാർത്ഥൻ്റെ മരണശേഷം, സിദ്ധാർത്ഥൻ്റെ മരണമാണോ കൊലപാതകമാണോ ആ അച്ഛൻ പറയുന്നത് അന്വേഷണം നടക്കുകയല്ലേ, നടക്കട്ടെ, നടന്നിട്ട് പറയാമെന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ്. അദ്ദേഹം ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ്. പക്ഷേ നാം കരുതുന്നത് ഈ പറയുന്ന അന്യായമായ ഇടപെടൽ എല്ലാ മേഖലയിലും നടന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നന്ദകുമാർ സാർ പറയും CBIയെ അങ്ങനെയൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI വരണം എന്ന് പറയുമ്പോൾ ഇവിടെ CBI അന്വേഷിച്ച ഒരു കേസിൻ്റെ എന്താണ് CBI നൽകിയ കുറ്റപത്രം, എന്താണ് ഇതുവരെ പ്രതികളെ ട്രയൽസിന് പോലും വിളിക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ സമൂഹം ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഈ ദിനത്തിൽ സിദ്ധാർത്ഥൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ചോദിക്കുകയാണ്.